പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അതിമഹത്തായ കരുണ കൊണ്ട് നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളിലും അല്ലാഹു തആല ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥതയോടുകൂടി അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് എളിമയായ അടിമയായി അല്ലാഹുവിലേക്ക് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ മനുഷ്യർ ജീവിക്കുകയുള്ളൂ. ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ സുമ്മ ഖളാ അജല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അവനാകുന്നു, അല്ലാഹു ആകുന്നു നിങ്ങളെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചവൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്കും ഒരു സമയം, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ സമയം എന്നുള്ളത് ഉലമാക്കൾ പറയുന്നു, അത് മനുഷ്യന്റെ ആയുസ്സാണ്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നമാ അൻത അയ്യാമുൻ ഫകുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദു. മനുഷ്യ, നീ എന്ന് പറഞ്ഞാൽ അത് ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്. അതാണ് നിന്നെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നീ എന്നാൽ ചില ദിവസങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ നിന്നും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നിന്നിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ പോയി എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. 60-70 വർഷം ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ ചില ദിവസങ്ങൾ കടന്നുപോയി എന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ പകുതി തീർന്നു, അല്ലെങ്കിൽ നമ്മുടെ ചില ഭാഗങ്ങൾ തീർന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിലെ സമയങ്ങൾ അത് പ്രയോജനമുള്ളതായി മാറുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവന്റെ സമയം അവൻക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉമ്മത്തിനും ദീനിനും ഒക്കെ പ്രയോജനമുള്ളതായി മാറി എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇനി ഒരാളുടെ സമയം പാഴായിപ്പോയി, വെറുതെ ആയിപ്പോയി, ഒന്നും ചെയ്തില്ല, അവനക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ദീനിനോ ഒരു നന്മയും ഉണ്ടാക്കാൻ പറ്റാതെ കുറച്ച് സമയം കടന്നുപോയി എന്നാൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സമയം എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിഅമതാനി മഖൂനു ഫീഹിമാ കതീറു മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ അത് എല്ലാവർക്കും ലഭിക്കപ്പെടുന്ന അനുഗ്രഹമാണ്, വലിയ രണ്ട് അനുഗ്രഹമാണ്. പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും അതിന്റെ വില മനസ്സിലായിട്ടില്ല. അതിന്റെ വിഷയത്തിൽ ആളുകളൊക്കെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഇപ്പോഴും അതിന്റെ വില മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ വലിയ രണ്ട് അനുഗ്രഹങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവുമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹദീസ് നമ്മൾ ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹമാണ് നമ്മുടെ ഒഴിവു സമയവും അതുപോലെ തന്നെ ആരോഗ്യവും എന്നുള്ളത്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതിൻ്റെതായ സമയങ്ങളുണ്ട്. ആ സമയത്ത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രയോജനമുള്ളതായി തീരും. ആ സമയം കടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി മുതിർന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പത്തേതുപോലെയുള്ള പ്രയോജനം ഉണ്ടാവില്ല. ഇത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും.
അല്ലാഹു തആല ഈ ദുനിയാവിന്റെ എത്ര വളരെ സുന്ദരമായ രീതിയിലാണ് ക്രമീകരിച്ചത്. അതിൻ്റെതായ സമയങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ തന്നെ കുറിച്ച് നമ്മൾ ആലോചിച്ചത് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ വീട്ടിൽ ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ പല്ലുകൾ ഒരു 7 വയസ്സാകുമ്പോൾ 8 വയസ്സാകുമ്പോൾ അവരുടെ പല്ലുകൾ മുൻഭാഗത്തുള്ള പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നീട് അവരുടെ പുതിയ പല്ലുകൾ വീണ്ടും വരും. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു വലിയ അത്ഭുതമാണ്. കാരണം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പലപ്പോഴും പല്ല് തേക്കുന്ന വിഷയത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അവരുടെ പല്ലുകളൊക്കെ കേടായി പോകാൻ സാധ്യത. അപ്പൊ അവർക്ക് ഏറ്റവും ശക്തിയുള്ള, അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രയോജനമുള്ള പല്ലുകൾ അത് കൃത്യമായ സമയത്ത് അല്ലാഹു തആല ഒന്നുകൂടി അവർക്ക് നൽകുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ആ അപാരതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കൃത്യമായ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും അല്ലാഹു തആല ഇവിടെ ഈ ദുനിയാവിന് വേണ്ടി ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. അതൊരു കൃത്യമായ സമയത്ത് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയൊരു ഖുദ്റത്താണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചതുപോലും ഇതുപോലുള്ള കൃത്യമായ സമയങ്ങൾ നോക്കിയിട്ടാണ്. മൂസാ അലൈഹിസ്സലാം ഈ ദുനിയാവിലേക്ക് വന്നതും ഈസാ അലൈഹിസ്സലാം വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് പോലും അല്ലാഹു തആല അത് കൃത്യമായ ഒരു സമയം, ഏറ്റവും അനുയോജ്യമായ പ്രയോജനകരമായ ഒരു സമയം അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇതെല്ലാം നടന്നത്. ഈസാ അലൈഹിസ്സലാമിന്റെ വരവിന് ശേഷം അവിടെ ഈസാ അലൈഹിസ്സലാമി അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് തിരുത്തപ്പെടുകയാണ്. അതിലേക്ക് ഒരുപാട് മോശമായ കാര്യങ്ങൾ കുത്തിക്കയറ്റപ്പെടുകയാണ്. ആളുകൾ മോശമായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. 500 വർഷം കഴിഞ്ഞു. ഈസാ അലൈഹിസ്സലാം അവർക്ക് പ്രബോധനം ചെയ്ത നന്മകളെല്ലാം ആളുകൾ മറന്നു. അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹുവിനെ പങ്കാളികളാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അവർ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അവർ കണ്ണിൽ കണ്ട വസ്തുക്കളെ, വിഗ്രഹങ്ങളെ, മനുഷ്യന്മാരെ വരെ ആരാധിക്കാൻ തുടങ്ങി. ഈ അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടേക്ക് നിയോഗിക്കുന്നത്. പൂർണ്ണമായ അന്ധകാരത്തിൽ, പൂർണ്ണമായ ഇരുട്ടിൽ മുങ്ങി ജീവിക്കുന്ന, അതുപോലെ അത് എന്താ പറയുക, മോശമായ കാര്യങ്ങൾ അത് ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാക്കി മാറ്റിയ ആളുകളുടെ അടുക്കലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വെളിച്ചവുമായിട്ട് വരുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ തർത്തീബാത്തുകളെ, അള്ളാഹുവിന്റെ വ്യവസ്ഥകളെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൃത്യമായ സമയത്ത് ഒരു കാര്യം അല്ലാഹു തആല ചെയ്തതായിട്ട് നമുക്ക് പലപ്പോഴും ഇതിലൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളും അതുപോലെ തന്നെ ആ ഒരു ഓരോ കാര്യങ്ങളും അതിന് കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രയോജനമുള്ളതായി തീരും. ഇപ്പൊ നമസ്കാരത്തിന് വേണ്ടി വാങ്ക് വിളിക്കപ്പെട്ടാൽ അതിന് ഓരോ പള്ളികളിലും ജമാഅത്തായിട്ട് നമസ്കാരത്തിന് ഓരോ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രയോജനമുള്ളതാകും. നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്നതാകും. ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതിന് കൃത്യസമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രയോജനമുള്ളതായി തീരും. അത് വലിയ ഉപകാരമുള്ളതായിട്ട് തീരും. നമുക്ക് ഒരുപാട് പ്രതിഫലം അതിൽ കൂടി കിട്ടുമെന്ന് ഉലമാക്കൾ പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ യുവത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതൊരു പുസ്തകം പോലെയാണ്. ആ യുവത്വത്തിൽ ചെയ്ത കാര്യങ്ങൾ ആ യുവത്വം കഴിയുന്നതോടുകൂടി ആ പുസ്തകം കൂട്ടിവെക്കും. അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ആ പുസ്തകത്തിൽ നിറയ്ക്കാൻ പറ്റിയോ അത് നമുക്ക് വലിയ മുതൽക്കൂട്ടായി. മറിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ സമൂഹത്തിന് വേണ്ടിയോ ദീനിനു വേണ്ടിയോ ഒരാൾക്ക് വേണ്ടിയോ ഒരു നന്മയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആ പുസ്തകം കാലിയായി കിടക്കും. ആ പുസ്തകം നമ്മുടെ യുവത്വം കഴിയുന്നതോടുകൂടി അത് കൂട്ടിവെക്കപ്പെടും. അതിലൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അത് കൂട്ടിവെക്കപ്പെടുന്ന ഒരു രീതിയിലായിത്തീരും. അതുകൊണ്ട് ആലിമീങ്ങൾ പറയുന്നുണ്ട്, യുവത്വം എന്നുള്ളത് അതൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, അർശിന്റെ തണൽ നാളെ ഹിസാബ് ചെയ്യപ്പെടുന്ന സമയത്ത്, മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അല്ലാഹു തആല അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 ആളുകളിൽ ഒന്ന് യുവത്വം അള്ളാഹുവിന്റെ ദീനിന്റെ വേണ്ടി ചെലവാക്കിയ യുവാക്കളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്ന യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകി അംഗീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ യുവാക്കളായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അത്ര ഊർജ്ജസ്വലതയോടുകൂടിയും അത്ര ഒരു ഉന്മേഷത്തോടു കൂടിയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ സമയങ്ങൾ ദീനിനു വേണ്ടി നമ്മൾ ചെലവാക്കണം. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെലവാക്കണം. നമ്മൾ ഒരിക്കലും നമ്മളിലേക്ക് ഒതുങ്ങി പോകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങി പോകാതെ ദീനിന് സേവനം ചെയ്യുന്ന ആളുകളായി മാറണം.
നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം, ആ ദിവസത്തേക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. പലപ്പോഴും നമ്മുടെ സമയങ്ങളൊക്കെ ചെലവഴിക്കപ്പെടുന്നത് നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്നു, വർത്താനം പറയുന്നു. അത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ രണ്ടാമത് വരുന്നത് മറ്റൊരാളുടെ കുറ്റമായിരിക്കും. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മുടെ സമയങ്ങൾ ഒരിക്കലും ഗീബത്തിലായി, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലായി നമ്മൾ ഒരിക്കലും ചെലവാക്കാൻ പാടില്ല. പലപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ വേറെ ആളെ കുറ്റം അറിയാതെ പറഞ്ഞു പോകും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ അമലുകളെ, നമ്മുടെ പ്രവർത്തികളെ നമ്മൾ നശിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നമ്മുടെ അമലുകളൊന്നും, നല്ല കാര്യങ്ങളൊന്നും ബാക്കിയാവില്ല. അതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിൽ നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലും നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവാക്കാൻ പാടില്ല. അതൊക്കെ വലിയ നഷ്ടമാണ്. അതൊരിക്കലും നമ്മൾ വിചാരിക്കും ഇന്ന് നിർത്താം, നാളെ നിർത്താം. പക്ഷെ അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിങ്ങനെ നീണ്ടു പോകും. നമ്മുടെ മരണം എപ്പോഴാണ് വരാൻ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് അടുത്ത നിമിഷത്തേക്ക് പോലും മാറ്റി വെക്കാൻ പാടില്ല എന്നാണ് ആലിമീങ്ങൾ പറയുന്നത്. അത് ഇപ്പോൾ മാറ്റണം, ഈ നിമിഷത്തിൽ തന്നെ മാറ്റണം. അതാണ് കൃത്യമായ ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. ആലിമീങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ കാലം ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ ആലോചിച്ച് വ്യാകുലപ്പെടാൻ പാടില്ല. ഇപ്പോൾ നല്ലവനായി ജീവിക്കുക, ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക നല്ലവനായി ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പുള്ള കാര്യങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അല്ലാഹു തആല മാപ്പാക്കി തരികയും ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതം അല്ലാഹു തആല എളുപ്പമാക്കി തരികയും ചെയ്യുമെന്ന് ആലിമീങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് ഒരിക്കലും നമ്മുടെ സമയങ്ങൾ പാഴാക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ വിലപിടിപ്പുള്ള സമയമാണ്. അത് നമ്മൾ ദീനിന് വേണ്ടി ചെലവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും അത് പാഴാക്കാൻ പാടില്ല. നമ്മുടെ യുവത്വം എന്നുള്ളത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരിക്കലും നമ്മൾ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ പാടില്ല. എനിക്കെല്ലാം ദീനിന് വേണ്ടി എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് അല്ലാഹു തആല ഈ ദുനിയാവിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കും. ഒരിക്കലും നമ്മളൊരു യാത്ര ചെയ്തു. ഒരു 14 വർഷം മുമ്പാണ് ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് നമ്മൾ പോയി. ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പുരോഗമനത്തിന്റെ ഒരു ലാഞ്ചന പോലും ആ ഗ്രാമത്തിലില്ല. കാറുകൾ തന്നെ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ പോയപ്പോൾ അവിടെ ഒരുപാട് പള്ളികളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. നല്ല സ്നേഹത്തോടു കൂടി ആളുകൾ ജീവിക്കുകയാണ്. പരസ്പരം ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ. അപ്പൊ അവിടെ നമ്മളൊരു പ്രായമുള്ള ഒരാളെ കണ്ടു. ഏകദേശം അന്ന് തന്നെ അദ്ദേഹത്തിന് 98 വയസ്സുണ്ട്. കണ്ണൊന്നും കാണില്ല. നല്ല പ്രായമുള്ള ഒരാൾ. അപ്പൊ അദ്ദേഹത്തെ കൂടെ നമ്മൾ കുറെ ഇരുന്നു. അദ്ദേഹം പഴയ നല്ലൊരു വ്യക്തിത്വം. കുറെ നേരം സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ഇദ്ദേഹത്തിന്റെ യുവത്വ സമയത്ത് ആ നാടുകളിൽ വളരെ ഇസ്ലാം എന്ന രീതിയിൽ ഇസ്ലാമിന്റെ അല്ലാത്ത കുറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നാടായിരുന്നു അത്. അവിടെയുള്ള ആളുകളൊക്കെ നിസ്കരിക്കാൻ പള്ളിയിലൊന്നും പോലെ, പക്ഷെ അനാചാരങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഉത്സവങ്ങൾ നടത്തിയിരുന്നു. മോശമായ രീതിയിൽ ദീനിനെ അവരുടെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന രീതിയിലുള്ള വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ചെയ്തു പോരുകയും ഹറാമുകളൊക്കെ അവിടെ നിർലോഭം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഉള്ളിലൊരു ഫിക്കറായി. അദ്ദേഹത്തിന് ഉള്ളിലൊരു ചിന്ത വന്നു, ഇതിങ്ങനെ പോയാൽ ശരിയാകുമോ? എന്റെ നാടിനെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ല. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, യുവാവാണ്. അങ്ങനെ അദ്ദേഹം ഒരു പണ്ഡിതനെ അന്വേഷിച്ച് നടന്ന ഒരു ഭയങ്കര അത്ഭുത സംഭവമാണ്. ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ അങ്ങനെ തോന്നാണ്. അങ്ങനെ അദ്ദേഹം ഒരു പണ്ഡിതനെ അന്വേഷിച്ച് നടക്കാൻ, ഏകദേശം 1950 ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതാണ്. അപ്പൊ അദ്ദേഹം കുറെ സഞ്ചരിച്ചിട്ട് അവസാനം 160 കിലോമീറ്റർ ദൂരത്ത് അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെന്ന് ആരോ പറഞ്ഞിട്ട് അദ്ദേഹം ട്രെയിനൊക്കെ കയറി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്. നമുക്ക് പലരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആഗോള തലത്തിൽ തന്നെ വലിയ പണ്ഡിതനാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാധാരണക്കാരനായ ഗ്രാമീണൻ അദ്ദേഹത്തോട് വന്ന് ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്റെ നാട് വളരെ മോശപ്പെട്ട് കിടക്കാണ്, നിങ്ങൾ അവിടേക്ക് വരണം, നിങ്ങളൊന്ന് സന്ദർശിക്കണം, അവിടെയുള്ള ആളുകൾക്ക് ഉപദേശം കൊടുക്കണം, അവിടെയുള്ള ആളുകളൊക്കെ ഇസ്ലാം ഇതാണെന്ന് വിചാരിച്ച് വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹത്തോട് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. അദ്ദേഹം ആദ്യം അത് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷെ ഇദ്ദേഹം വീണ്ടും വന്നു അദ്ദേഹത്തെ വിളിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി. വലിയ അത്ഭുതമാണ്. കാരണം ഇതൊരു വലിയ പണ്ഡിതനാണ്, ആഗോള തലത്തിൽ തന്നെ വലിയ പണ്ഡിതനാണ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും.
അപ്പൊ ഈ ഗ്രാമത്തിലേക്ക് ഇദ്ദേഹം പോയി. പിന്നെ ആ പോക്ക് ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു, ആരംഭമായിരുന്നു. പിന്നെ ആ സന്ദർശനം നിത്യമായി. എപ്പോഴും ആ പണ്ഡിതൻ ഇദ്ദേഹത്തിന്റെ കൂടെ, ഈ ഗ്രാമീണന്റെ കൂടെ അവിടേക്ക് പോകും, ഉപദേശങ്ങൾ കൊടുക്കും, പ്രസംഗങ്ങൾ നടത്തും, ഓരോ വീടുകളിൽ കയറി ആളുകൾക്ക് ദീനിനെ കുറിച്ചിട്ട് പ്രബോധനം, ദഅവത്ത് കൊടുക്കും, നമസ്കരിക്കണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ കുറെ കാലങ്ങൾ തുടർന്നു പോയി. അവസാനം അവിടെ ഒരുപാട് പള്ളികൾ വന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ദീനിന്റെ യഥാർത്ഥ മുഖത്തെ മനസ്സിലാക്കി. ആളുകൾ നിസ്കരിക്കാൻ തുടങ്ങി. സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുന്ന അവസ്ഥയിലേക്കായി. അവിടെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടക്കുന്ന അവസ്ഥയിലേക്കായി. ആളുകൾ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങി, ഹറാം ഒഴിവാക്കാൻ തുടങ്ങി. നല്ലൊരു അവസ്ഥ ആ നാട്ടിൽ വന്നു. ഒരു നാട് മൊത്തം മാറി. നമ്മളിപ്പോ അവിടെ പോയ സമയത്ത് ഏകദേശം ഓരോ ഗ്രാമങ്ങളാണ്. ഓരോ ഗ്രാമങ്ങളുടെ പുറത്ത് ഏകദേശം ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ, അതിന്റെ നടുവിൽ ഒരു ഗ്രാമം, പിന്നെ തൊട്ടപ്പുറത്ത് ഇതേപോലെ അടുത്ത ഗ്രാമങ്ങൾ. ഈ ഗ്രാമങ്ങളിലേക്ക് ഓരോ ഗ്രാമങ്ങളിലും 13-14 പള്ളികളുണ്ട്. അവരുടെയൊക്കെ മക്കളെ നല്ല ദീനുള്ള ആളുകളാണ്. അവരിൽ പല ആളുകളും എഞ്ചിനീയർമാരാണ്, ഡോക്ടർമാരാണ്. പക്ഷെ അവർക്ക് നല്ല ദീനുള്ള ആളുകളും അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി കൃത്യമായി പള്ളിയിൽ വരുന്ന ആളുകളുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം, വിപ്ലവം അവിടെ സംഭവിച്ചു. വെറും ഒരു ഗ്രാമീണനായ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ചിന്ത കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഹജ്ജിന് പോയിട്ടുണ്ട്. 1950-60 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഹജ്ജിന് പോയിട്ടുണ്ട്. അത് ഹജ്ജിന് ഈ പണ്ഡിതന്റെ കൂടെയാണ് പോയത്. അത് സൗദിയിലുള്ള രാജാവ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റ് ഇവർക്ക് വേണ്ടി അയച്ചു കൊടുത്തു. ഈ പണ്ഡിതന് വേണ്ടി അയച്ചു കൊടുത്തതാണ്. അപ്പൊ ആ പണ്ഡിതന്റെ കൂടെ ഈ ഗ്രാമീണനായ ആളും ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയി. ശരിക്കും ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇത്രയും സൗകര്യമുള്ള ഈ കാലഘട്ടത്തൊക്കെ നമുക്ക് തന്നെ ഒരു സ്വപ്നമാണ്. നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം, അതും സൗദി രാജാവിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫ്ലൈറ്റില് അദ്ദേഹം ലോകത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറിയ ഭാഗ്യങ്ങളാണ്. എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോ 98 വയസ്സായിരുന്നു. നമ്മളന്ന് പോണ സമയത്ത് കാഴ്ച നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇരിക്കുന്നത് കണ്ടാൽ തോന്നും ഒരു പാവ മനുഷ്യൻ, ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനെ പോലെ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ സമയത്ത് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമങ്ങൾ, പ്രദേശം മുഴുവനും വലിയ വിപ്ലവം ഉണ്ടാക്കി. ദീനിന്റെ വലിയ കൊടുങ്കാറ്റ് അവിടെ അടുപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇതുപോലെ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് സമയമുണ്ട്. നമ്മള് ദീനിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മളെ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്തു നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമുക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നു. ശരിക്കും നമുക്ക് സമയമുണ്ട്. നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം സമയങ്ങൾ നമ്മൾ പാഴാക്കുന്നുണ്ട്, നമുക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ടോ എന്ന്. നമ്മൾ പലപ്പോഴും പലരും ചെറുപ്പത്തിൽ കൂട്ടിവെച്ച ഖുർആനാണ്. അതുപോലെ തന്നെ നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഖുബൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു, ഒരു പ്രായമുള്ള ഒരാള്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, 60 വർഷമായിട്ട് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ അള്ളാഹുവിലേക്ക്. ഇപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്താനായില്ലേ? നിങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണ്. അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിർത്തപ്പെടും. ആ ചോദ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മറുപടി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ഖുബൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഈ പ്രായമുള്ള ആളോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആകെ ബേജാറായി. അദ്ദേഹം ആ സമയത്താണ് ചിന്തിക്കുന്നത്, 60 വയസ്സായി, എന്റെ ആയുസ് തീരാൻ പോവാണ്, ഞാൻ എന്താണ് ആഖിറത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചതെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ഓരോ വർഷം പോകുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് നമ്മളെ വയസ്സ് കൂടുക എന്നാണ്. ശരിക്കും നമ്മളെ ഈ ജീവിതത്തിലുള്ള ആയുസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതൊക്കെ ചിന്തിച്ച് അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ എന്താണ് ഇപ്പൊ തയ്യാറാക്കി വെച്ചത് എന്ന് അദ്ദേഹം ഇങ്ങനെ വിഷമത്തോടു കൂടി പറഞ്ഞപ്പോൾ ഈ ഖുബൈൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ വരാനുള്ള ജീവിതം നന്നാക്കുക. ഇനി കഴിഞ്ഞതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി വരാനുള്ള ജീവിതം നിങ്ങൾ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ മാപ്പാക്കപ്പെടും. ഇനി വരാനുള്ള ജീവിതം നന്നാവുകയും ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം സമാധാനദായകമാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും തൃപ്തിയുള്ളവരാകും. ഇനി വരാനുള്ള ജീവിതം നന്നാക്കാൻ തീരുമാനമൊന്നുമില്ല. ഞാൻ ചെയ്ത ഹറാമിൽ തന്നെ ഉറച്ചു നിൽക്കും. സമയം ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഖുർആനൊക്കെ ഓതല് ഇനിയിപ്പോ നടക്കൂല, നിസ്കാരമൊക്കെ ഇത്രയും കാലം ഒഴിവായില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇനിയും മോശത്തരം ചെയ്യാനാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ പോയി കണക്ക് പറയേണ്ടി വരും. ഇപ്പോഴുള്ള ജീവിതം പ്രയാസകരമാവുകയും അതുപോലെ തന്നെ വരാനുള്ള ജീവിതം വളരെ മോശമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം താക്കീത് നൽകി. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ഒഴിവ് സമയവും എന്നുള്ളത്.
അതൊരിക്കലും നമ്മൾ മോശമായ കാര്യത്തിൽ ചെലവാക്കാൻ പാടില്ല. അത് കൃത്യമായി നമസ്കരിച്ച് ഖുർആനൊക്കെ ഓതി അള്ളാഹുമായി ഏറ്റവും അടുക്കാനുള്ള മാർഗങ്ങളിൽ നമ്മൾ ആ സമയം ചെലവാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അത്തരം മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.